Play Kollam Shafi song. Here's a Spotify station featuring Kollam Shafi. Hey Google, where is my phone? Got it. Your Samsung phone Hello. should be ringing now. Kerala election date. Tuesday, April 6, 2021 to ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഗൂഗിൾ നെസ്റ്റ് മിനി എന്ന ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ്, അതോടൊപ്പം തന്നെ അതിൻ്റെ റിവ്യൂ, ഈ ഒരു സാധനം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും കൂടി കൂടുതൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു സാധനം ഞാനിവിടെ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. നെസ്റ്റ് മിനി അല്ല ഞാൻ ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ പഴയ വെർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാറ്റസ് വെച്ചപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ ഉപയോഗം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഈ ഒരു സാധനത്തിൻ്റെ ഉപയോഗം പോലും മനസ്സിലാക്കാത്ത ആളുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. ആദ്യം തന്നെ ഈ ഒരു സാധനം എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്മാർട്ട് സ്പീക്കറാണ്. അതോടൊപ്പം തന്നെ ഇതൊരു അസിസ്റ്റൻറ്റും കൂടിയാണ്. നമ്മൾ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് ചില സഹായങ്ങളൊക്കെ ഇത് ചെയ്തു തരും. ഒരു ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഓൾറെഡി ഒരു സാധനം, ഇതുപോലത്തെ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു സാധനത്തിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ആരാണ് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി? അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. Okay Google, Prime Minister of India. Narendra Modi is the Prime Minister of India. Chief Minister of Kerala. Pinarayi Vijayan is the Chief Minister of Kerala. ഇനി എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. വാട്ട് ഈസ് ടൈം? It's 2:39 p.m. വാട്ട് ഈസ് വെദർ? It's currently 29 degrees and sunny there. Speed of wind. The wind is currently from the east at 16 kilometers per hour. അപ്പോൾ ഇതുപോലെയാണ് കാര്യങ്ങൾ. ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് മാത്രമല്ല, ഇനി നമുക്ക് ഒരു ഉറക്കം വരാത്തൊരു സമയത്ത് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു മ്യൂസിക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൂഗിൾ, ഹേ ഗൂഗിൾ, സൗണ്ട് ഓഫ് റെയിൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഇത് പറഞ്ഞാൽ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് നല്ല ഇരുട്ടത്ത് നമുക്ക് നല്ലൊരു തണുപ്പത്ത് ഈ ഒരു മ്യൂസിക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മഴ പെയ്യുന്നത് പോലെ തന്നെ ചെയ്യും നമുക്ക്. പിന്നെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് അലാറം സെറ്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ ഗൂഗിൾ, സെറ്റ് അലാം. Okay, set it for when? 9 PM. 9 p.m. set. ഇത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ അലാറം സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഗൂഗിൾ, സ്റ്റോപ്പ്. അതായത് അതിൻ്റെ ആ റെയിനിൻ്റെ സൗണ്ട് നമ്മൾ ഓഫാക്കിയതാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ കാട്ടിലേക്ക് പോകുമ്പം ഉണ്ടാകുന്ന സൗണ്ട്, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന പാട്ട് ഇത് പാടും. ഇങ്ങനെയുള്ള പല പല സംവിധാനങ്ങളുള്ള ഒരു സാധനമാണിത്. ഇതൊന്നല്ലാതെ ഞാൻ ഇവിടെ റൂമിലായിട്ട് ഒരു വേറൊരു സംഭവം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോയിൽ ആ സംഭവം കാണിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നമുക്ക് ലൈറ്റുകൾക്ക് കണക്ട് ചെയ്യാം. അപ്പം ഇതിനോട് നമ്മൾ ലൈറ്റ് ഓഫ് ആക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കും. അതുപോലെ തന്നെ AC ഓഫ് ആക്കാൻ പറഞ്ഞാൽ AC ഓഫ് ആക്കും. അതിനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലൈറ്റ് വാങ്ങുമ്പോൾ സ്മാർട്ട് ലൈറ്റ് വാങ്ങണം. അതുപോലെ തന്നെ AC വാങ്ങുമ്പോൾ സ്മാർട്ട് AC വാങ്ങണം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ലൈറ്റ് AC ഇതൊക്കെ വാങ്ങിയ ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് അതും ഈ ഒരു സ്മാർട്ട് ഡിവൈസായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങോട്ട് ACൻ്റെ അടുത്ത് കയറി. അപ്പോൾ ഞാൻ ഈ ഒരു ACക്ക് ഇതേ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട് ഗൂഗിളായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു AC പഴയ ഒരു AC ആണ്, നിങ്ങൾക്ക് അറിയാം, സ്മാർട്ട് AC ഒന്നും അല്ല. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാധനം എക്സ്ട്രാ വെച്ചേക്കാണ്. അതിന് അധികം വിലയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ സാധനം വെച്ചിട്ട് നമുക്ക് വാഷിംഗ് മെഷീനായിട്ടും അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള എല്ലാ ഇലക്ട്രോണിക് സാധനവും നമുക്ക് ഇതായിട്ട് ലിങ്ക് ചെയ്യാം. ഇനി നിങ്ങൾ പുതിയൊരു AC വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിൾ അസിസ്റ്റൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന AC വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോട് പറഞ്ഞാണ്ട് ഈ ഒരു AC ഓഫാക്കാം. അതുപോലെ തന്നെ ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമയം സെറ്റ് ചെയ്തിട്ടും നമുക്ക് വർക്ക് ചെയ്യിക്കാം. ഉദാഹരണത്തിന് ചില സമയത്ത് നമുക്ക് ആകെ 1 മണിക്കൂറിനേക്കാളും AC വേണ്ടി വരിക. കാരണം നമ്മൾ റൂമിൽ കടന്നൊക്കെ ഉറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം കടക്കുമ്പോൾ ഒരു തണുപ്പ് വേണ്ടി വരും. പിന്നെ അങ്ങനെ രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തണുപ്പുള്ളൊരു അന്തരീക്ഷമായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്യൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇതിന് ഒരുപാട് ഇംഗ്ലീഷ് അറിയണ്ടേ. അതൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷുകളാണ് നമ്മൾ ഇതിനോട് പറയണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ 5 മിനിറ്റിന് വേണ്ടിയിട്ടാണ് AC ഓൺ ആക്കുന്നത് കേട്ടോ. ഓക്കെ ഗൂഗിൾ, ടേൺ ഓൺ AC ഫോർ 5 മിനിറ്റ്. ഇവിടെ കണ്ടോ, നമ്മളെ AC ഇപ്പോൾ ഓണായി. 5 മിനിറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു AC ഓണായി. ഇത് ഇനി 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ആക്കണ്ട, ഓട്ടോമാറ്റിക് ഓഫ് ആയിക്കോളും.
അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഡിവൈസാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. അൺബോക്സ് ചെയ്യുന്നത് മാത്രമല്ല എങ്ങനെ ഉപയോഗിക്കാം. ഇനി പ്രത്യേകം പറയണത് എന്താ വെച്ചാൽ ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഡിവൈസിൻ്റെ അൺബോക്സിംഗ് അല്ല, അതിൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ്, ഇത് ജനറേഷൻ 2 ആണ്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. ഇതിലുള്ള ഓപ്ഷനുകളൊക്കെ ഇതിലാണ് കൊടുത്തിട്ടുണ്ട്. ഇത് യൂട്യൂബ് മ്യൂസിക് ആയിട്ട് ലിങ്ക് ചെയ്യുക, സ്പോട്ടിഫൈ ആയിട്ട് ലിങ്ക് ചെയ്യുക, പിന്നെ ഗൂഗിൾ കലണ്ടർ, ഗൂഗിൾ മാപ്പ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഇതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്നത് നമ്മളോട് ഇവിടെ പറഞ്ഞുതരും. അതുപോലെ തന്നെ നമുക്ക് ഖുർആനിലെ ഒരു ആയത്ത് കേൾക്കണം എന്നുണ്ടെങ്കിൽ അത് ഇതിനോട് പറയണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് പറഞ്ഞുതരും. അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളും ഏത് വിഷയവും അതിനെ അറിയുന്ന കാര്യം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ തൊള്ളോണ്ട് ചോദിച്ചാൽ മാത്രം അത് ഇങ്ങോട്ട് പറഞ്ഞുതരും. അപ്പോൾ ഈ ഒരു ഡിവൈസാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഏതായാലും നേരെ അൺബോക്സിലേക്ക് കിടക്കാം. അതിനുശേഷം ഇത് എങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ചെയ്യാം എന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്യാം. സുഹൃത്തുക്കളെ, അപ്പോൾ ഈ ഒരു സാധനമാണ് ഗൂഗിൾ നെസ്റ്റ് മിനി പറഞ്ഞ ഒരു സാധനം. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം അൺബോക്സ് ചെയ്യാണ്. അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിൽ ഇതിൻ്റെ ഫോട്ടോസ് കാണുന്നുണ്ട്. പിന്നെ ഗൂഗിൾ ഹോം മിനി ആയിട്ട് ഇതിന് എന്തൊക്കെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഒരു പോർട്ട് വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനത് ചുമരുമ്പിൽ വെക്കാൻ ഒരു ഓപ്ഷനും അതിൽ കമ്പനി കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു കണക്ടറൊക്കെ വാങ്ങണം. അപ്പോൾ രണ്ടാമത് പൈസ ചിലവാക്കാൻ അവർ അരച്ചിട്ട് ഞാൻ രണ്ടാമത് അതിനുള്ള കണക്ടറൊന്നും വാങ്ങിയിട്ടില്ല. അവർ ചെറിയൊരു ഡബ്ബമ്മൽ കുടുക്കി വെച്ചേക്കാണ്. അപ്പോൾ അതിന് പകരം ഇതിൽ വേറെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാനും ഈ ഒരു സാധനം കണ്ടിട്ടില്ല കേട്ടോ, നെസ്റ്റ് മിനി ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. എൻ്റെ അടുത്ത് ഗൂഗിൾ ഹോം മിനി ഉണ്ട് എന്നുള്ളൂ. ഇവിടെ ബോക്സ് അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഗൂഗിൾ ഹോം മിനി ആണോ ഗൂഗിൾ നെസ്റ്റ് മിനി ആണോ എന്നുള്ളത് തിരിച്ചറിയാനൊന്നും പറ്റുന്നില്ല. പക്ഷേ ഇതിൻ്റെ ബാക്ക് വശത്ത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു ആണി ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലോക്ക് കൊളുത്തിടുന്ന പോലെ കൊളുത്തിടാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്മൂത്ത് റബ്ബറാണ്. നമ്മളിപ്പോൾ ഒരു ടേബിൾ മേലൊക്കെ വെക്കുകയാണെങ്കിൽ അവിടെ അനങ്ങാതെ അവിടെ നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഒരു G എന്ന് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് മൈക്രോഫോൺ ഓഫാക്കിയിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇപ്പം സംസാരിക്കുന്നതൊക്കെ ഗൂഗിൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓക്കെ ഗൂഗിൾ എന്നുള്ള ഒരു കമൻറ്റ് കൊടുക്കുമ്പോൾ മാത്രമാണ് ആ ഗൂഗിളിൻ്റെ ഓഫാക്കി. നമ്മൾ ഓക്കെ ഗൂഗിൾ എന്നുള്ള ഒരു കമൻറ്റ് കൊടുക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, അത് ഇത്തരം കണ്ട് പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഓഫാക്കാം. അതിനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജിങ് എന്ന് പറഞ്ഞാൽ മറ്റേന് മൈക്രോ USB വയറാണ്. ഇതിൽ ഒരു സാധാ ഒരു DC ചാർജിങ് ആണ്, ഇതിൽ ചാർജറിൻ്റെ ഓപ്ഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു ബോർഡിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. പിന്നെ സ്പീക്കർ പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലോ കേൾക്കാൻ മാത്രം സൗണ്ട് ഉണ്ട്. പിന്നെ ഈ ബോക്സിൻ്റെ അകത്ത് നമുക്ക് പാക്കേജിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും കൂടി നോക്കാം. പാക്കേജിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകേണ്ടതൊന്നും സാധ്യതയല്ല. ഒരു ചാർജർ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉള്ള ഒരു വയർ തന്നെയാണ്. ഒരു 2 മീറ്ററൊക്കെ വയർ നീളമുണ്ടാവുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ഒരു ബോക്സ് കണ്ടില്ല, ഇതിലൊന്നും വേറെ ഒന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഒപ്പം ഒരു കാറ്റലോഗും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊന്നും നമ്മൾ കടക്കണില്ല. പിന്നെ അതിൻ്റെ ചാർജിങ് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വാങ്ങിയൊന്നും ഇതൊരു ടൈപ്പാണ് കിട്ടിയിട്ടുള്ളത്, ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയതല്ല. അതേതായാലും നമുക്കൊന്ന് എക്സ്റ്റൻഷൻ ഉണ്ട്, ഒന്ന് കണക്ട് ചെയ്യാണ് ഇതിൽ. ഇപ്പോൾ ഈ ഒരു മോഡലായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, തൽക്കാലം ഇപ്പോൾ ചാർജർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വയറൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കാരണം വയർ കണക്ട് ചെയ്തപ്പോൾ തന്നെ സാധാരണഗതിയിലുള്ള പോലെ തന്നെയാണ്. 2 ലൈറ്റ് കത്തി, പിന്നെ 4 ലൈറ്റ് കത്തി. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഓണാവോളം വെയിറ്റ് ചെയ്യണം. To get started, download the Google Home app on a phone or tablet. ഈ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ ഫോണിൽ ഗൂഗിൾ ഹോം എന്നൊരു ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കണം. ഇപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിൽ ഗെറ്റ് സ്റ്റാർട്ടർ എന്ന് കാണുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ജസ്റ്റ് ഞാനൊരു A എന്നാണ് കൊടുക്കുന്നത് തൽക്കാലം. ഇത് ഈ ഒരു സമയത്ത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ അടിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഡിവൈസിനെ അത് കണ്ടെത്തുകയാണ്. ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അതിൽ എസ് അടിച്ച് കൊടുക്കുക. ഇത് എസ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു നീല ലൈറ്റ് കാണിക്കും. അപ്പോൾ ഇത് കണക്റ്റിങ് പ്രോസസ്സിങ് എല്ലാം. എൻ്റെ ഡിസ്പ്ലേയിൽ വൈറ്റ് കളറാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡിവൈസിൽ നീല കളറാണ് കാണുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. യെസ്,
ചെയ്യും. ഇനി നമ്മളെ റൂമിനൊരു പേര് കൊടുക്കണം, ലിവിങ് റൂം. ഓക്കെ, നമ്മൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മളെ വൈഫൈ ആയിട്ട് കണക്റ്റായി. ഇനി നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. ഇനി നമ്മളിതിൽ ഗൂഗിളിൻ്റെ കുറച്ച് സെറ്റിങ്സ് ചെയ്യാണ്ട്, അതാണ് നമ്മളോട് പറയുന്നത്. ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എഗ്രി അടിച്ചു കൊടുക്കുക. സ്പോട്ടിഫൈൻ്റെ മ്യൂസിക് സെലക്ട് ചെയ്യുക. യാതൊരു കാരണവശാലും യൂട്യൂബ് മ്യൂസിക് സെലക്ട് ചെയ്യരുത്. കാരണം ഇവിടെ ഇനി നാട്ടിൽ ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് അറിയില്ല, ഒമാനിലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പോട്ടിഫൈ മാത്രം സെലക്ട് ചെയ്യാം. യൂട്യൂബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യൂല. ഇത് നമ്മൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഇന്ത്യയിലുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. കണക്ട് ചെയ്ത് കൊടുത്താൽ നമ്മളൊരു നമ്പറിലേക്ക് കോൾ ചെയ്യാൻ പറഞ്ഞാൽ കോൾ ചെയ്യും. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ സംസാരിക്കാം. ഇവിടെ ഇത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാനിത് സ്കിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് സെറ്റായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം. ഹേ ഗൂഗിൾ, വാട്ട് ഈസ് ടൈം? 10:34 p.m. ഇപ്പം 10:34 ആയിന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൂഗിൾ. അടുത്തതായിട്ട് നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ ഒരു ഡിവൈസിലുള്ള നേരത്തെ നമ്മൾ കാണിക്കാത്തൊരു ഫീച്ചറാണ്. നമ്മളെ ഫോൺ കാണാതായി കഴിഞ്ഞാൽ നമ്മളെ ഫോൺ സൈലൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ഫോൺ ഞാൻ അതിന് വേണ്ടിയിട്ട് സൈലൻ്റ് ആക്കിയിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത്. ഹേ ഗൂഗിൾ, where is my phone? Got it. Your Samsung phone Hello. should be ringing now. ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് നമ്മളെ ഫോൺ കാണാതായി പറഞ്ഞാൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടതിനല്ല പറഞ്ഞത്. നമ്മളെ റൂമിനകത്ത് നമ്മൾ സൈലൻ്റ് ആക്കിയതിന് ശേഷം ഫോൺ കാണാതായി കഴിഞ്ഞാലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനോട് ചോദിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ അതിൽ മറ്റ് ഒരുപാട് ഫീച്ചറുകളുണ്ട് നമ്മൾ നേരത്തെ കാണിക്കാത്ത. മ്യൂസിക്കിൻ്റെ ഒന്നും ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഹേ ഗൂഗിൾ, പ്ലേ കൊല്ലം ഷാഫി സോങ്. Here's a Spotify station featuring Colum Safi. ഓക്കെ ഗൂഗിൾ, ഞാനിപ്പോൾ ഞാനിതിൽ ഒരുപാട് കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. ഞാനിനി മ്യൂസിക് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മറ്റൊരു മ്യൂസിക് കൂടി കാണിച്ചു തരാം. ഓക്കെ ഗൂഗിൾ, പ്ലേ KS ചിത്ര സോങ്. Here's a Spotify station featuring KS Chitra. ഹേ ഗൂഗിൾ, സ്റ്റോപ്പ്. ഈ മ്യൂസിക് എന്താ വെച്ചാൽ മ്യൂസിക് ഇതിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് നമ്മൾ ഫുൾ ഇടാൻ നിൽക്കുന്നില്ല. ഇനിയും നമുക്ക് ഏത് മ്യൂസിക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഇതിലുള്ളതാണെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് സ്പോട്ടിഫൈ എന്ന മ്യൂസിക് പ്ലെയറിൻ്റെ ഉള്ളിൽ സെർച്ച് ചെയ്തിട്ട് അത് നമുക്ക് കേൾപ്പിച്ച് തരും. ഇനി ഇതിലുള്ള മറ്റൊരുപാട് ഓപ്ഷനുകൾ പെട്ട ഓപ്ഷനാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ AC ഓഫ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ബൾബ് ഓഫ് ആക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഈ ഡിവൈസിനോട് നമ്മൾ പറഞ്ഞാൽ മതി ഓഫ് ആക്കണമെന്ന്. അപ്പോൾ ഇതിൽ ഞാൻ ലിങ്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിലൊന്നും പറയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൂഗിൾ, ഹേ ഗൂഗിൾ, ടേൺ ഓഫ് മൈ ലൈറ്റ്. Sorry, it looks like those lights കണ്ടോ, have been set ഞാൻ off. ലിങ്ക് ചെയ്തിട്ടില്ല എന്നാണ് അതിൽ പറയണത്. അതുകൊണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഗൂഗിൾ, പ്രയർ ടൈം. On the 17th of March 2021, in the Abdahira Governorate, Fajr starts at 5:07 a.m. and sunrise is at 6:23 a.m. Also, Dhuhr starts at 12:25 p.m., also at 3:49 p.m., Maghrib at 6:26 p.m., and Isha starts at 7:56 p.m. These prayer times are based പിന്നെ on ഇനി നമ്മൾ മറ്റൊരു കാര്യം ചോദിച്ചാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഇലക്ഷൻ ഡേറ്റ് ഒന്നും നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. നമ്മൾ ഗൂഗിളിൽ ഇങ്ങനെ എടുത്ത് സെർച്ച് ചെയ്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഹേ ഗൂഗിൾ, കേരള ഇലക്ഷൻ ഡേറ്റ്. Tuesday, April 6, 2021 to Sunday, May 2nd, 2021. കേട്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ഈ ഒരു ഡിവൈസിനോട് ചോദിച്ചറിയാൻ പറ്റും. പിന്നെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഇതിനോട് ചോദിക്കുമ്പോൾ നമ്മളൊരു അസിസ്റ്റൻ്റ് തന്നെയാണ്.
പിന്നെ ഈ ഒരു ഡിവൈസ് ഞാൻ പറഞ്ഞല്ലോ ബൾബ് ഓഫ് ആക്കാനും മറ്റേ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ഏതൊരു ഡിവൈസിലേക്കും സ്മാർട്ട് ഡിവൈസിലേക്കും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു ഡിവൈസ് വാങ്ങാൻ കിട്ടുന്നത് 12 റിയാലിനാണ്. 12 റിയാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്ത്യൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 2000-2200 രൂപയാണ് ഈ ഒരു ഡിവൈസിന് വരുന്നത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.